രക്ഷയ്ക്കായി ആശിച്ചതല്ലോ ആരോധനം. പ്രിയമുള്ളവരെ, ഇന്നും പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന, ശാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന, നരകത്തിലേക്ക് ആഹ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ നോക്കി കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എനിക്ക് നിന്നെ രക്ഷിക്കുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് വേണ്ടി ഏകനാമം മാത്രമേ നൽകപ്പെട്ടിരിക്കുന്നു. അവന്റെ പേരാണ് കർത്താവ് യേശുക്രിസ്തു. അവന്റെ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകുകയില്ല. മാത്രമല്ല, അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്കും ചെയ്യുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തു ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ എന്ന് പറയുന്നത്, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, സ്വന്തം അമ്മേനെ മകനെടുത്ത് കിണറ്റിലേക്ക് ഇട്ട സമയത്ത് ആ മകനെ ബന്ധം അവിടെ വിട്ടുപോയില്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വിട്ടുപോയില്ല. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പത്രത്തിലൂടെ വായിച്ചതല്ലേ, ഒരു മകൻ അമ്മേനെ മേല് മുഴുവൻ കത്തി കൊണ്ട് മുറിച്ചു, പരിക്ക് പറ്റി. അവസാനം പോലീസ് വന്ന് പിടിച്ചപ്പം ആ അമ്മ പറഞ്ഞെന്ന് പറയോ, എൻ്റെ മോനെ ജയിലിൽ വിടരുതെന്ന്, എൻ്റെ മോനെ ജയിൽ വിടരുതെന്ന്. ഇതുപോലെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് കർത്താവ് യേശുക്രിസ്തു. അവൻ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ അവന്റെ പ്രവൃത്തിയിൽ മുഴുവൻ സ്നേഹമായിരുന്നു. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. പ്രിയമുള്ള